ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം ഇപ്പോൾ രാവിലെ തന്നെ ചോറിന് അരിയൊക്കെ എടുപ്പത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് മഞ്ഞ് വീഡിയോസ് ഒന്നും എടുക്കാൻ പോയില്ല, നല്ല മഞ്ഞുണ്ട് കേട്ടോ. എന്ന് മഞ്ഞ് വീഡിയോസ് എങ്ങനെ ഇട്ടിട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചു. എന്നാലും ഞങ്ങളെ നാടിഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് രാവിലെ ചായക്ക് കടിയെന്ന് പറഞ്ഞാൽ നമ്മളെ ടൊമാറ്റോ റൈസാണ് കേട്ടോ. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അന്നേരം ഞാൻ ലേശം ഉരുളക്കിഴങ്ങും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അന്നേരം പൊന്നൂസിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയത്. അന്നേരം അവൾക്ക് അതിൻ്റെ കൂടെ പൊട്ടറ്റോ ഫ്രൈയും കൂടെ ചെയ്ത് കൊടുത്തു. അന്നേരം അതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ആ റൈസിന് നമുക്ക് അത് തന്നെ കഴിക്കാം, ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ തന്നെ കഴിക്കാം. പക്ഷെ തണുത്ത് കഴിക്കുമ്പോൾ ഞാൻ എന്താക്കി കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടെ ഫ്രൈ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അത് പിന്നെ നമുക്ക് കറി എന്ന് പറഞ്ഞാൽ നല്ല പച്ചക്കായും പച്ചമാങ്ങയും ഉണക്കത്തരണ്ടിയാണ്. അല്ല പച്ചക്കായ കറിയൊക്കെ കൊണ്ട് വെച്ചിട്ടേ പച്ചക്കായ ഇരുന്ന് വാടി പഴുത്ത് തുടങ്ങി കേട്ടോ. അന്നേരം ഇനിയും കറി വെച്ചിട്ടില്ലെങ്കിലേ പച്ചക്കായ പഴുത്ത കായ ആയി പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് എന്തായാലും കറി വെച്ചാൽ. അന്നേരം അമ്മ രാവിലെ ചോദിച്ചായിരുന്നു പച്ചമീൻ വേണോ ചോദിച്ചു. അമ്മ വേണ്ട, ഉണക്കമീൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പച്ചമീൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ അമ്മ രാവിലെ പച്ചമീൻ വാങ്ങിച്ചു തന്നേനെ. ഞാൻ വെച്ചാൽ പച്ചമീൻ പച്ചമാങ്ങയും കൂടെ വെച്ചാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഉണക്കമീൻ ഇരുന്നിരുന്ന് ചിലപ്പോൾ സ്മെല്ല് വരാൻ തുടങ്ങും. അന്നേരം അതങ്ങോട്ട് വെക്കാൻ വെച്ചാൽ എൻ്റെ പച്ചക്കായും വാടിപ്പോവും. ഇതാണ് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മളെ മാങ്ങയ്ക്ക് ലേശം പുളി കുറവായിരുന്നു കേട്ടോ. കുറച്ച് തിന്നാൻ നല്ല ടേസ്റ്റുള്ള മാങ്ങ, പക്ഷെ പുളി ലേശം കുറവ്. അതുകൊണ്ട് പിന്നെ 2 കുടംപുളിയും കൂടെ എടുത്തു. അന്നേരത്തേക്ക് നമ്മൾ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് നേരത്തെ അരി അടുപ്പത്തിട്ടായിരുന്നു. ചോറൊക്കെ വെന്തിട്ടുണ്ട്. റേഷൻ അരി വേഗം വേകുന്ന അരിയാണ് കേട്ടോ. അത് നോക്കിയിട്ടില്ലെങ്കിൽ പായസമായി പോകും. അന്നേരം ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അന്നേരം ചോറൊക്കെ ഊറ്റി വെക്കുകയാണ്. ഇങ്ങനെ ചോറ് ഊറ്റുന്നത് എല്ലാവരും ഇങ്ങനെയൊന്നും അല്ലാന്ന് എനിക്ക് തോന്നട്ടെ. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചോറ് ഊറ്റുന്നവർ അപൂർവമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഓട്ടക്കൈയിൽ ഇങ്ങനെ കോരി ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് ചോറ് ഊറ്റുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ എന്നെയൊക്കെ ചെറുപ്പം തൊട്ടേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അന്നേരം ഇങ്ങനെ ശീലിച്ചു. പണ്ടൊക്കെ പേടിയായിരുന്നു ഇങ്ങനെ ചോറ് ഊറ്റാൻ. പിന്നെ അങ്ങനെ അങ്ങ് ശീലിച്ചു കേട്ടോ. അങ്ങനെ ഊറ്റുമ്പോൾ നമുക്ക് കയ്യിലേക്ക് വല്ലാണ്ട് ആവി അടിച്ച് പൊള്ളുകയൊക്കെ ചെയ്യും. അന്നേരം ഭയങ്കര പേടിയാവും ഇങ്ങനെ ഊറ്റാൻ. പിന്നെ നമ്മൾ കുറച്ച് ചോറല്ലേ വെക്കണുള്ളൂ, അതുകൊണ്ട് പിന്നെ ഊറ്റാൻ എളുപ്പമാട്ടോ. വലിയ കാലത്തിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണേ. ചെറിയ കാലത്തിലാകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ടാണ് കേട്ടോ ബാക്കി കറീൻ്റെ പരിപാടികളൊക്കെ നോക്കണം. കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള പരിപാടികൾ അവിടെ ചെയ്യുന്നുണ്ട്. അരത കറി വെക്കാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സാധാ മീൻ കറി വെക്കുമ്പോൾ തന്നെ പച്ചമീൻ കറി വെക്കുമ്പോൾ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ പച്ചക്കായും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. ഉണക്കമീൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൽ മുന്നേ ഉണക്കമീൻ കറി വെക്കണൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഉണക്കമീൻ കറി ഇങ്ങനെ പച്ചക്കായൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. ആ ഉണക്കമീനിലിടുന്ന പച്ചക്കായ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. ആ ഉപ്പും മുളകും പുളിയൊക്കെ പിടിച്ച് ചെയ്യുമ്പോൾ. ഇവിടെ ഞാൻ ഇന്നിപ്പോൾ ചക്കര അല്ലാട്ടോ എനിക്ക് വീഡിയോസ് എടുത്തിരുന്നത്. ഞാൻ സ്റ്റാൻഡിൽ തൽക്കാലം ഒപ്പിച്ച് വെച്ച് വീഡിയോ എടുക്കണം. അന്നേരം അതിൻ്റെ ഒരു ക്ലാരിറ്റീൻ്റെ പ്രശ്നം ഉണ്ടാവും. നമുക്ക് എപ്പോഴും ബാക്ക് ക്യാമറ വെക്കുമ്പോൾ ക്ലാരിറ്റി കൂടുതൽ കിട്ടുക. ഫ്രണ്ട് ക്യാമറ ഇങ്ങനെ കുറച്ച് ദൂരത്ത് വെച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടാകും. അത് ശരിക്കും അറിയുന്നുണ്ട്. എൻ്റെ കുഞ്ഞാപ്പുകുട്ടി ഞാൻ ക്യാമറ എവിടെ ഓണാക്കി വെച്ചാലും ഇങ്ങനെ വന്ന് സർക്കസ് കാണിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അന്നേരം അവളോട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞൊരു വീഡിയോസ് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ആളിട്ടൊന്നിനും സമ്മതിക്കില്ല. ഇങ്ങനെ വന്നാൽ ഓരോ സർക്കസ് ഇട്ട് ഒപ്പിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ തേങ്ങ എന്ന് പറഞ്ഞാൽ കുഞ്ഞു തേങ്ങയായിരുന്നു കേട്ടോ. കുഞ്ഞു തേങ്ങ ആയതുകൊണ്ട് തല്ലിപ്പൊട്ടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. എല്ലാവരും പറയും ഇങ്ങനെ എന്തോ കറക്റ്റ് നോക്കി വെച്ച് അടിച്ചാലൊക്കെ കറക്റ്റായിട്ട് വരുന്നത്. എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. എനിക്ക് തോന്നും പോലെ ചന്നം പിന്നെ അടിക്കും. പക്ഷേ ഇതുവരെ അങ്ങനെ ചെതറിപ്പോയിട്ടില്ല കേട്ടോ. കറക്റ്റായിട്ട് തന്നെ വരാറുണ്ട്. ചിലപ്പോൾ ഒരടിക്കൊക്കെ പൊട്ടൂട്ടാ. ചില തേങ്ങേൻ്റെ പ്രശ്നങ്ങളാണേ. അതിപ്പോൾ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ടാണ് അറിയില്ല, കുറേ ചെറിയ തേങ്ങകളാണ് വരുന്നത്. ഇനിയിപ്പം ചെറുത് നോക്കിക്കൊണ്ടിരുന്നതാണോന്നല്ല. ഒരു കണക്കിന് ചെറിയ തേങ്ങയാണ് കേട്ടോ നല്ലതും. കാരണം നമ്മൾ തേങ്ങ പൊട്ടിച്ച് വെച്ച് പിറ്റേ ദിവസത്തേക്കൊക്കെ എടുക്കുമ്പോൾ 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതൊരു ഉള്ളൊക്കെ ഒരു കേട് വന്ന് തുടങ്ങും. ഒരു ചെറുതാകുമ്പോൾ നമുക്ക് വേഗം ചിലവായി കിട്ടും. നേരെ തേങ്ങ ഒരു മുറി എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങേൻ്റെ അകത്തേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. ഞാനിങ്ങനെ സ്പൂൺ അളവ് ഇടാത്തത് എന്താണെന്ന് നോക്കണ്ട കേട്ടോ. എനിക്കിങ്ങനെ ഇടുമ്പോൾ എനിക്കൊരു കറക്റ്റ് അറിയാം. അതാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. സ്പൂൺ അളവിനേക്കാളും എനിക്കിത് ഇങ്ങനെയാണ് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. ഈ കുഞ്ഞാപ്പൂ ഇങ്ങനെ വാതിൽ തുറക്കുക അടയ്ക്കുക തന്നെ പരിപാടി. വാതിൽ തുറക്കുമ്പോൾ AC നമ്മൾ ഓണാക്കണം അതേ അവസ്ഥയാണ് കേട്ടോ. രാവിലെ നല്ല തണുപ്പാണേ. ചീച്ചിയാ അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞാപ്പ് ഓരോ തിരിയും കൊണ്ട് വരുന്നുണ്ട്. അന്നേരത്തെ പച്ചക്കായി അരിഞ്ഞിട്ട് ഉണക്കമീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. പച്ചമാങ്ങയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചക്കായും എല്ലാം അരിഞ്ഞിട്ട് ലേശം ഉപ്പ് ഇട്ട് നമ്മൾ അരപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഉണക്കമീനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കറി വെക്കുമ്പോൾ ലേശം ഉപ്പ് ചിച്ചി ഇച്ചിരി ഉപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് ലേശം കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 കുടംപുളിയും കൂടി ഇട്ടിട്ടുണ്ട്. മാങ്ങേൻ്റെ ഉപ്പുളി ലേശം കുറവായതുകൊണ്ട് കേട്ടോ. അത് കറക്റ്റ് പാകത്തിനാക്കി നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ വെക്കുന്നത് കറി. നാടൻ കറിയാകുമ്പം വിറകടുപ്പിൽ വെക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. കുഞ്ഞാപ്പുക്കുട്ടി ഇതാ ഇവിടെ ഇരുന്നിട്ട് കരയുന്നത് എന്തിനാണെന്നറിയോ? ഫോൺ കൊടുക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അവൾക്ക് ഫോൺ കൊടുത്തിട്ടില്ല. അന്നേരം കഴിക്കണമെങ്കിൽ ഫോൺ വേണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇരുന്ന് കരയുന്നത്. പിന്നെ പൊന്നൂസ് അവിടെ ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇന്ന് SPC ഉള്ള ദിവസമാണ്. അന്നേരം കാക്കി യൂണിഫോമാണ് കേട്ടോ. ബുധനാഴ്ചയാണ് ഇവിടെ SPC ഡ്യൂട്ടി ഉണ്ടാവുക അവർക്ക്. അന്നേരം ഡ്യൂട്ടി അല്ല പ്രാക്ടീസ് ഉണ്ടാവുക. അന്നേരം അന്ന് കാക്കിയായിരിക്കും കേട്ടോ. പിന്നെ ഉപ്പേരിക്ക് എന്ന് പറയാൻ കൈപ്പക്കയാണ്. കൈപ്പക്ക നല്ല ഫ്രഷ് കൈപ്പക്കയാണ്. നല്ല കയ്പ്പ് കുറവുള്ള കൈപ്പക്കയാണ് കേട്ടോ. ഇപ്പം അന്ന് ഒരു ദിവസം നമുക്ക് കുറച്ച് കൈപ്പക്ക നമ്മൾ ഉണക്കിയിട്ടുണ്ടായിരുന്നു. അതും വളരെ കയ്പ്പ് കുറവുള്ള കൈപ്പക്കയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ കയ്പ്പ് കുറവുള്ള കൈപ്പക്കകൾ ഉണ്ട് തോന്നുന്നു. 2 തരത്തിലുണ്ട് തോന്നുന്നു. എനിക്ക് അറിയില്ല കേട്ടോ.
ഇവിടെ കൈപ്പക്ക ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. കൈപ്പക്ക തീയൽ വെക്കുന്നതിനേക്കാളും കൂടുതൽ ചിലവ് എനിക്ക് വന്ന കൈപ്പക്ക ഉപ്പേരിയാണ്. പൊന്നൂസ് ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയിട്ട് പറയും അവളെ ക്ലാസ്സിലൊന്നും ആരും കൈപ്പക്ക ഉപ്പേരി കഴിക്കില്ല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറയും. ചീർപ്പൊക്കെ മുടിച്ചിട്ട് മേശപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി എടുത്ത് വയ്ക്കാൻ ഞാൻ പുറകെ പോകണം കേട്ടോ. ഇപ്പോഴും ഫോൺ കിട്ടാണ്ടാണ് ആളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫോണിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഉപ്പേരിക്കൊക്കെ അരിഞ്ഞു, പച്ചമുളകും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടു, ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു അരമുറീൻ്റെ അടുത്ത് തേങ്ങ ഇട്ടുണ്ട്. നമ്മൾ കൈപ്പൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നല്ലോണം തേങ്ങ വേണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയിലാണ് നമ്മളിവിടെ എല്ലാ പരിപാടികളും. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ഉപ്പേരിക്കുള്ളതൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. മിക്സ് ചെയ്ത് വെച്ച കൈ കൊണ്ട് നന്നായി തിരുമണം. അതിൻ്റെ നീരിലാണ് നമുക്കിത് വെന്ത് കിട്ടുക. കാരണം നമ്മൾ കൈപ്പക്കയിൽ വെള്ളം ചേർക്കില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുക്കിംഗ് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൊത്തം ക്ലീനിങ് പരിപാടികളാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പൊന്നൂസ് സ്കൂളിലേക്കൊക്കെ പോയി. ചക്കരക്കുട്ടി മാറ്റുന്നുണ്ട് അവിടെ. ചക്കരയ്ക്ക് ഇന്ന് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ ഭയങ്കര ഗമ. രാവിലെ എണീക്കൂല, വീഡിയോ എടുത്തു തരൂല. പിന്നെ ഞാൻ ഇവരൊക്കെ കൈയും കാലം ഞാൻ എപ്പോഴും ഇങ്ങനെ പിടിക്കല്ലേ, സ്വന്തമായിട്ട് തന്നെ എടുക്കാൻ വിചാരിച്ചു. പക്ഷേ സ്വന്തമായിട്ട് എടുക്കുമ്പോൾ കുറച്ച് ക്ലിയർ കുറവുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ, അത് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ഷോർട്ട് വീഡിയോ എത്ര ഓടിച്ചാലും നമുക്ക് ഡോളർ വളരെ കുറഞ്ഞ രീതിയിലേ കയറുള്ളൂ കേട്ടോ. നമ്മളെ ലോങ് വീഡിയോ എത്രത്തോളം ഓടണോ അത്രത്തോളമാണ് നമുക്ക് എന്തെങ്കിലും ഡോളർ കയറുവാണെങ്കിൽ കയറത്തുള്ളൂ. ഷോർട്ട് വീഡിയോ കാണണ്ടെന്നല്ല, എല്ലാവരും ഷോർട്ട് വീഡിയോ കാണണം, ലോങ് വീഡിയോ കാണണം കേട്ടോ. അന്നേരം ഇതാണ് എനിക്ക് നിങ്ങളോട് മെയിനായിട്ട് എല്ലാ വീഡിയോസിലൊന്നും ഞാനിപ്പോൾ പറയാറില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഇന്ന് പുറം വീഡിയോസ് ഒന്നും എടുക്കണില്ല കേട്ടോ. ഇന്ന് അകത്തുള്ള വീഡിയോസുകൾ മാത്രമേ എടുക്കണുള്ളൂ. പുറത്തേക്ക് പോയിട്ടൊന്നും വീഡിയോസ് എടുക്കണമെങ്കിൽ കുട്ടികളില്ലാണ്ട് നടക്കില്ല. സ്റ്റാൻഡൊന്നും നമുക്ക് പുറത്തുകൊണ്ടിട്ട് വിശ്വസിച്ച് വെക്കാൻ പറ്റില്ല. എൻ്റെ സ്റ്റാൻഡിന് സ്ക്രൂ ഒക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ടൊരു ആട്ടാണ് കേട്ടോ. അതുകൊണ്ട് വിശ്വസിച്ച് എവിടെ സ്റ്റാൻഡ് വെക്കാൻ പറ്റില്ല. എൻ്റെ ഫോണ് ടപ്പാവും കേട്ടോ. അതുകൊണ്ടാണ് തവിട് പൊടിയായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പുറത്ത് കൊണ്ടിട്ട് വെച്ചിട്ട് ഫോൺ വെച്ചിട്ട് എടുക്കാത്തത്. അതിന് വീട്ടിൻ്റെ ഉള്ളിലുള്ള വീഡിയോസുകൾ മാത്രമേ എടുക്കണുള്ളൂ. അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളെ നാടൊക്കെ ഭയങ്കര സൂപ്പറാണ്, കാണാൻ ഭയങ്കര രസമാണെന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് കേട്ടോ. നമ്മളെ നാടൊക്കെ നല്ല രസമാണ്, ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ കാണാനൊക്കെ. ഇവിടെ ഇതൊന്നല്ല, നല്ല രസമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാൻ. പക്ഷെ അവിടെയൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. വേറെ ഞങ്ങൾ എപ്പോഴും നമുക്ക് പറ്റുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ പോയിട്ട് എടുക്കാം കേട്ടോ. അന്നേരം നല്ല വ്യൂ ഉള്ള നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. നല്ല കുന്നും മലയും പുല്ലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഞങ്ങളതൊക്കെ പോയിട്ട് എടുക്കുന്നതായിരിക്കും ഒരു ദിവസം. എന്താ വെച്ചാൽ എല്ലാവരും കൂടെ പോകുകയെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ടാസ്ക്കാണ് കേട്ടോ. അടുത്താണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അടുത്ത് പറഞ്ഞാൽ കുറച്ച് ദൂരം പോകണം, എന്നാലും അതൊരു ടാസ്ക് തന്നെയാണ് എല്ലാവരും കൂടെ പോകും. നമുക്ക് ബൈക്കിന് പോക്ക് നടക്കില്ലല്ലോ, അന്നേരം ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് പോകണം. അങ്ങനെയൊക്കെ പോകുന്നതോട്ടാണ് അങ്ങനെ നീണ്ട് പോകണേ. എന്നാലും ഞാൻ ഉടനെ തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ കിട്ടിക്കഴിയുമ്പം എന്തെങ്കിലും കുറച്ച് പൈസയൊക്കെ മിച്ചം വെച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പുറത്തൊക്കെ പോയി വീഡിയോസ് എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എപ്പോഴും ഈ വീട്ടിൻ്റെ ഉള്ളിലെ വീഡിയോസുകൾ മാത്രം നിങ്ങൾ കണ്ടിട്ട് ഒരു ബോറടിക്കില്ല. എന്ന് ഇവളെ അടുക്കളയും ഇവളെ വീടും മാത്രമേ, ഈ പൊട്ടംപൊളിയും വീടും കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ബോറടിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങളെ സാഹചര്യം കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി കഴിയുമ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോകട്ടെ. അങ്ങനെ ഒത്തിരി സ്ഥലത്തൊന്നും പോകാനൊന്നും പറ്റത്തില്ല, കുറഞ്ഞ പൈസയെ നമുക്ക് കിട്ടത്തുള്ളൂ. അന്നേരം ഒത്തിരി സ്ഥലത്തൊന്നും പറ്റില്ല. എന്നാൽ അടുത്തടുത്തൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ വ്യൂകളൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഞാൻ. എനിക്ക് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് ആവശ്യങ്ങളും കിടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അതുകൊണ്ട് പൈസ കൊണ്ടൊന്നും നമുക്ക് ലാവശ്യടിക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും കുഞ്ഞു മക്കളെ കുഞ്ഞു ആഗ്രഹങ്ങളും പിന്നെ കുറച്ച് പുറത്തു പോയിട്ടുള്ള വീഡിയോസുകളും അങ്ങനെയൊക്കെ എടുക്കണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഒത്തിരി മനസ്സിലുണ്ട് കേട്ടോ. ഇവിടെയും കണ്ട നമ്മളെ കുഞ്ഞാപ്പുക്കുട്ടിയുടെ ക്യാമറ ഓണാണ് എന്ന് കണ്ടപ്പോൾ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടോ. ആളോട് ഡാൻസ് കളിച്ചു തരാൻ പറഞ്ഞാലും എന്തെങ്കിലും ചെറിയ കുട്ടികൾ എടുക്കുന്ന വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞാലും ഒന്നും ആൾ സമ്മതിക്കില്ല കേട്ടോ. കണ്ട ഇപ്പോൾ പുതപ്പിൻ്റെ മുകളിൽ കയറി കടന്ന് തുള്ളുക അങ്ങനെയൊക്കെയുള്ള സർക്കസുകളൊക്കെ ആൾ കാണിക്കും. പിന്നെ സീന ചേച്ചിക്ക് ഒരുപാട് നന്ദി. കുഞ്ഞാപ്പൂന് എന്നും ചോദിക്കും തുമ്പിക്കുഞ്ഞേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും അവളോട് പറയാറുണ്ട് കേട്ടോ. ചേച്ചി എൻ്റെ എല്ലാ വീഡിയോസും കാണലുണ്ടെന്ന് എനിക്കറിയാം. അന്നേരം ഒത്തിരി സന്തോഷം കേട്ടോ. നമ്മളെ കുഞ്ഞാപ്പൂ കുട്ടീനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമല്ലോ, പ്രജിൻ ചേച്ചി ചോദിക്കും. അങ്ങനെ എല്ലാവരും പേരെടുത്തൊന്നും പറയണില്ല ഞാൻ. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അന്നേരം ഇന്നിപ്പോൾ കയ്പക്ക ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനിപ്പോൾ ഉച്ചൻ്റെ ശേഷം പൊന്നൂസിൻ്റെ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ആണ് കേട്ടോ. അങ്ങോട്ടേക്ക് പോകണം. അന്നേരം അതിന് പോവാണ് കേട്ടോ. ഞാനും ശ്യാമാട്ടനൊക്കെ പഠിച്ച സ്കൂളാണ്. ഈ സ്കൂളിൻ്റെ വീഡിയോസ് ഇതിൽ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുഞ്ഞാപ്പൂക്കുട്ടി ഉറക്കത്തിലായിരുന്നു, ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോവുകയാണ് കേട്ടോ. 3 മണിക്കാണ് മീറ്റിംഗ്. ഇത് ചക്കര പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ. ഇത് തലപ്പുഴ സ്കൂള് ULP സ്കൂൾ തലപ്പുഴ ടൗണിലുണ്ട്. ഇപ്പോൾ 5ാം ക്ലാസ് തൊട്ട് ഈ ബിൽഡിങ്ങിലാണ് കേട്ടോ. പുതിയ ബിൽഡിംഗ് ഇപ്പോൾ കെട്ടിയതാണ്. ഇത് ഓഡിറ്റോറിയമാണ് കേട്ടോ. ഇത് ഹൈസ്കൂളിൻ്റെ ഓഡിറ്റോറിയമാണ് കാണുന്നത്. അപ്പുറത്തുള്ള 3 നില ബിൽഡിങ്ങാണ് ചക്കരേൻ്റെ സ്കൂളിൽ. ഈ താഴ്ഭാഗം മൊത്തം UP സ്കൂളിൻ്റെയാണ്. പണ്ട് ഇവിടെ ബിൽഡിംഗ് ഇല്ല കേട്ടോ. ഞങ്ങൾ പഠിക്കുമ്പോൾ അത് വലിയ മൈതാനമാണ്. നമുക്കിവിടെ ഏറ്റവും വലിയ മൈതാനം ഇപ്പം നമ്മൾ ഈ തലപ്പുഴയിലുള്ളൊരു മൈതാനം ഇതാണ് കേട്ടോ. ബോളുകളിയൊക്കെ അധികം ഇവിടെ ഉണ്ടാകും. പിന്നെ എനിക്ക് അറിയുന്ന ചേട്ടനായിരുന്നു ഓട്ടോറിക്ഷയിൽ. എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു ചമ്മൽ കേട്ടോ.
എന്നാലും ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് കൂടെയൊക്കെ വണ്ടികളൊക്കെ പോകുന്നുണ്ടാണ് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് പിടിച്ച് ഇങ്ങനെ എടുക്കണത്. അതായത് താഴ്ഭാഗം കാണുന്ന മുഴുവൻ UP സ്കൂളിൻ്റെ ബിൽഡിങ്ങാണ്. പിന്നെ ഈ വഴി ഇങ്ങനെ കയറി പോകണ്ടോ. അപ്പുറത്ത് കൂടെ ഒരു ചിരൽക്കല്ലിൻ്റെ വഴിയുണ്ട്. ആദ്യം ഇങ്ങനെ ഇവിടെ ഈ ബിൽഡിംഗ് ഇല്ലാത്തത് നടുവ് കൂടെ ഒരു കുറുക്ക് വഴി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഹയർ സെക്കൻഡറി ആണ് കേട്ടോ. +1 +2 ആണ് ഇവിടെ. +1 +2 ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ ഇവിടെ പഠിക്കണം. പിന്നെ അതിൻ്റെ മുകളിലേക്കാണ് 8, 9, 10 ക്ലാസ്സുകളുള്ളത് കേട്ടോ. പിന്നെ സ്കൂളിലൊക്കെ പോയി വന്ന് ഞാൻ കുറച്ച് പച്ചക്കറി തൈയോടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചീരേൻ്റെയും പയറിൻ്റെയും വാങ്ങിച്ചിട്ടുണ്ട്. നട്ടിട്ടില്ല. അതിനിപ്പോൾ ശനി ഞായറൊക്കെ ആയിട്ട് വേണം നടാൻ. അന്നേരം വരുന്ന സമയത്ത് തലപ്പുഴയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ വന്നു ഡ്രസ്സൊക്കെ മാറ്റി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നനയ്ക്കാനായിട്ട് പോകുന്നു കേട്ടോ. വരുമ്പം തന്നെ 4 മണി കഴിഞ്ഞ് 4:30 ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്ന് നനയൊക്കെ കഴിക്കണം, അലക്കണം. ഇതൊക്കെ പരിപാടികൾ ഇനിയും കിടപ്പുണ്ട് കേട്ടോ. അന്നേരം വേഗം സന്ധ്യ ആകുമ്പോഴത്തേക്കും പുഴക്കിക്കരയ്ക്ക് വരണ്ടല്ലോ വെച്ചിട്ട് വേഗം നനയ്ക്കാൻ വേണ്ടി വന്നതാണ്. ചക്കരയും വന്നിട്ടുണ്ട്. ഞാൻ വരുമ്പോഴത്തേക്കും ചക്കര വന്ന് ചായ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾ ചായ വെച്ചുകൊണ്ട് ഞാൻ വേഗം പൊടിയൊക്കെ ഇട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത്. ചായയൊക്കെ ഇട്ട് കുടിച്ചതാണ് കേട്ടോ. എൻ്റെ കുഞ്ഞാപ്പുക്കുട്ടീനെ അപ്പുറത്താക്കിയിട്ടാണ് വന്നേക്കുന്നത്. ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. അവളെയും കൂടെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് തിരിച്ചു പോക്ക് നടക്കില്ല. അത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്നെ അറിയിക്കും കൂടെ വേണ്ട കമൻറ്റ് ബോക്സിലൂടെ. നേരം ഞാൻ നനയ്ക്കുന്ന ഇടയിൽ കൂടെ ചക്കരക്കുട്ടി ഇവിടെ ഓരോ പണി ഒപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ അവിടെ കുളം കുത്തിയേ വെള്ളം നിറക്കിയേ ചെളി കളിക്കൊക്കെ ചെയ്യേണ്ടവർ കിട്ടുന്ന അവസരം മുതലെടുക്കും കേട്ടോ ചെളി കളിക്കാൻ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ ചെടികൾക്കൊക്കെ കുഞ്ഞു കുഞ്ഞു ഇലകൾ മുളച്ചിട്ടുണ്ട് കേട്ടോ. ചില ചെടികൾ നല്ല ഉഷാറാവുന്നുണ്ട്, ചില ചെടികൾക്ക് എന്താണെന്നറിയില്ല ഒരു വാട്ടവും സംഭവിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അതായത് ഞാൻ ജൈവവളം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ പച്ചക്കറി വേസ്റ്റൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പം ജൈവവളം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് നോക്കാം. വഴിയെ ഓരോന്നോരോന്ന് ചെയ്ത് നോക്കണം. എപ്പോഴും നമുക്ക് വളം പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അതായത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.